നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിന് സമീപമുള്ള മുളക്കഴ കാനറ ബാങ്കിൻ്റെ മുന്നിലാണ്. ഇവിടെ ധാരാളം ആൾക്കാരുടെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ആവലാതിയുമായിട്ട് എത്തിയിരിക്കുന്നത്. കൊടുക്കുന്ന സ്വർണത്തിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത്. നഷ്ടപ്പെട്ടോ? എത്ര പവൻ വെച്ചിട്ടുണ്ട്? അത് എത്ര പവനെന്ന് ഓർക്കുന്നില്ല. 9.5 ലക്ഷത്തിനുണ്ട്. 9 ലക്ഷം രൂപയുടെ ഉണ്ട്. നമ്മള് ഓരോ ആവശ്യം പറയുന്നത് ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച വന്നാലും എടുക്കാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച ഉണ്ട്. നമ്മുടെ 9 ലക്ഷം രൂപയുടെ ഉണ്ട്. 9.5 അവരിപ്പോൾ പറയുന്നത് പോലീസ് കേസെടുക്കുകയാണ്. തിങ്കളാഴ്ച കഴിഞ്ഞാൽ ഇവർ പറയാതെ ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്തിനു വേണ്ടി സ്വർണ്ണം പണയം വെച്ചത്? അതിലാ ചുരണ്ടിയിരിക്കുന്നത്. സാറേ, ഞങ്ങളുടെ ഏകദേശം 8 ലക്ഷം രൂപയുടെ സാധനം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്ന് നമ്മളതൊന്ന് പുതുക്കി വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയായിട്ട് എന്തുവാണെന്നൊന്നും നമുക്കിതേപ്പറ്റി അറിയത്തില്ല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏകദേശം 5-6 ലക്ഷം രൂപയുടെ ഇരിപ്പുണ്ട്. പക്ഷേ അതിപ്പോൾ നോക്കാൻ വന്നതാണ്. ഞങ്ങളെല്ലാവരും ഇതുപോലെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണ്. ഇതിൻ്റെ 8 ലക്ഷം രൂപയുടെ സാധനമുണ്ട്, 9 ലക്ഷം രൂപയുടെ സാധനമുണ്ട്. ഞങ്ങളുടെ ഏകദേശം 6 ലക്ഷം രൂപയുടെ സാധനം. അപ്പം അതുപോലെ ഇതിപ്പോൾ നമ്മുടെ തന്നെ ആയിരിക്കത്തില്ല, അയൽവക്കക്കാരുടെയും കൂടെ മേടിച്ച് വെച്ച മുതലായിരിക്കും. ഇനി അവർക്കെന്തോ സമാധാനം പറയുന്നുള്ള വിഷമത്തിൽ നിൽക്കുക. ഇല്ല, അത്താഴപ്പട്ടിണിക്കാരാണ് മൊത്തം. തൊഴിലുറപ്പും മറ്റു കാര്യവുമായിട്ടൊക്കെ ജീവിക്കുന്നവരാണ്. അവരെ 90% പോയിട്ടുള്ളത്. അവരുടെ ആകുമ്പോൾ അവർ ശ്രദ്ധിക്കത്തില്ല. വീട് പണി ഞങ്ങളിപ്പം ഒരു 7 ലക്ഷം രൂപ മേലിൽ പണയം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്ന് ഇവിടെ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച വന്ന് നോക്കിയപ്പം ഇതണക്ക് വേറൊരു പയ്യനായിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞ് സുഖമില്ലാതെ കിടക്കുക മറ്റേ ആക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ അന്നേരം അതിന് മുമ്പ് ഇങ്ങനെ ഒരു സംശയം അറിഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതണക്ക് ഞങ്ങൾ അറിഞ്ഞതാണ്ട ഫോട്ടോ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അതിന് മുമ്പിൽ ഇരിക്കുന്നത് ഇനി പുതുക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുതുക്കുമ്പോഴേ ഇനി അറിയത്തുള്ളൂ എന്തൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ പലരെയും മേടിച്ച് വെച്ചേക്കുന്നില്ലേ. വീട് പണി വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അന്നേരം ഓരോരുത്തരും അതിന് വാങ്ങിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളായിരുന്നു. അപ്പം അത് തന്നെ അവർ ചോദിക്കുമ്പോൾ എത്ര പവൻ അവർക്കുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ. ഞങ്ങൾ തൊഴിലുറപ്പൊക്കെ ആയിട്ട് സ്വർണ്ണം ഓരോ പണി ചെയ്ത് അല്ല നമ്മുടെതല്ലല്ലോ, നമ്മൾ ഓരോരുത്തരെ വാങ്ങിച്ചു വെച്ചേക്കുന്നതാ. അത് ശരി. അല്ലാതെ നമ്മുടെ സ്വർണം കുറച്ചൊക്കെ ഉള്ളു, മറ്റുള്ളവരെ മേടിച്ചു വെച്ചേക്കുന്നോ നമ്മളത്. 6 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഇരിപ്പുണ്ട് ഇവിടെ. കഴിഞ്ഞ ഒക്ടോബറിൽ വെച്ചതുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പം മെയ്യിൽ വെച്ചതുണ്ട്, ജനുവരിയിൽ വെച്ചതുണ്ട്. ഇങ്ങനെ ഈ 3 പ്രാവശ്യമായിട്ട് വെച്ച 6 ലക്ഷം രൂപയുടെ പണയമാണ് ഇരിക്കുന്നത്. അതെല്ലാം വലിയ മാലയൊക്കെയാണ്, വലിയ മാലകളും അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടിയ വളയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ രസീത് കൊണ്ടുവന്നില്ല. രസീത് ഇല്ലാതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഹെൽപ്പ് ഡെസ്കിൽ. അവിടുന്ന് ഞാനിപ്പോൾ ഓടി വന്നതാണ്. വന്നുകൊണ്ട് അന്നേരം എൻ്റെ കയ്യിൽ റെസിപ്റ്റ് ഇല്ലായിരുന്നു. അത് കൊണ്ടുവന്ന് നോക്കിയെങ്കിൽ എന്തൊക്കെ പോയി എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പോയി കാണുമെന്നുള്ള ഉറപ്പാണ്. വലിയ നെക്ലസും ഒക്കെയാണ്, അതിൻ്റെ 4 കണ്ണി പറിച്ചാലും പോകുമല്ലോ. ഇതിൻ്റെ തൂക്കം എനിക്കറിയത്തില്ല, എന്നാലും ഒരു നെക്ലേസാണ് വെച്ചിരുന്നത്. ഇത് തിങ്കളാഴ്ചയായിരുന്നു, 22-ാം തീയതി. നോക്കിയപ്പോൾ ഈ നിവർത്തി വെച്ച് നോക്കിയപ്പോൾ 2 സൈഡിൽ നിന്നും മുത്ത് പറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അന്നേരം തന്നെ പുള്ളിക്കാരനോട് പറഞ്ഞു. അയാൾക്കും അത് ബോധ്യപ്പെട്ടു. ഉടനെ തന്നെ മാനേജർ എടുത്ത് കൊണ്ടുപോയി. പുള്ളിക്കാരനെന്ന് പറഞ്ഞ ഈ അപ്രൈസർ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പുള്ളിയും കൂടെ പറഞ്ഞ് ശരി പോയത്. അപ്പം തന്നെ അദ്ദേഹം തന്നെ മാനേജരെ വിളിച്ച് മാനേജർ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. സാർ അന്നേരം തന്നെ അത് കണ്ടു, ബോധ്യപ്പെട്ടു. ഇന്ന് ഞാൻ പരാതിയും കൊടുത്തു. അവിടെയാണ് സാറേ ഇതിനകത്തിലെ കളി. ഞാനെടുത്ത സ്വർണത്തിന് അതിൽ എഴുതിയേക്കുന്ന ആ ലിസ്റ്റിൽ, നമ്മുടെ ആ കാർഡേൽ തൂക്കം എഴുതിയേക്കുന്നതല്ല. തൂക്കിയപ്പം പുതിയ മാല അധികം ഒന്നും പറഞ്ഞിട്ടില്ല. 2 മുത്ത്, 2 സൈഡിൽ നിന്നും 2 മുത്താണ് പോയേക്കുന്നത്. നമുക്ക് നല്ല വ്യക്തമായിട്ട് മാനേജർ സാറ് കണ്ടിട്ട് സാറിനും ബോധ്യപ്പെട്ടത് അത്. പിന്നെ ഞാനിന്ന് പരാതി ഞാനും കൊടുത്തിട്ടുണ്ട്. ഞാനത് കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, എടുത്തിട്ടില്ല. ആണോ?
നിങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിച്ചു വെച്ചിട്ട് പിന്നെ എടുക്കരുത്, ക്യാമറ എടുക്കരുത്, ആരും കാണരുത്, നിങ്ങളുടെ മുഖം കാണാൻ പാടില്ല അല്ലേ? നിങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട. നിങ്ങളുടെ മുഖം കാണാൻ പാടില്ല. ഇത്ര ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് വഞ്ചിച്ചിട്ട് നിങ്ങളുടെ മുഖം കാണാൻ പാടില്ല. ഇത്ര മനപ്രയാസമാണെങ്കിൽ നിങ്ങൾ നോക്കണമായിരുന്നു. നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫല്ല, ഇത് നിങ്ങളായിരിക്കത്തില്ല കാണിച്ചത്, പക്ഷെ നിങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങളുടെ മാനേജർ വരട്ടെ. ഒരു ഗ്രാമിന്റെ എങ്കിലും വ്യത്യാസം വന്നിട്ടാണ് ആൾക്കാരിൽ വെക്കുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പ്രസിദ്ധീകരിക്കത്തില്ല. ബാങ്കിനകത്തുള്ള സാധനങ്ങളല്ലേ, അപ്പൊ നമ്മൾ സെക്യൂരിറ്റി ഐറ്റംസ് അല്ലേ. ഇത്ര ആൾക്കാരെ പോയിട്ട് എന്തോ സെക്യൂരിറ്റിയാ വീട്ടിലെ പഴയ ആൾക്കാർക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ഒറ്റയടിക്ക് ആൾക്കാരെ മാറ്റി തിങ്കളാഴ്ച വരെ ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള സാധനങ്ങൾ ഒപ്പിച്ചു വെക്കാൻ ഇത്രയും ദിവസമായിട്ട് എന്ത് ചെയ്യും സാറേ? എന്ത് ലോഞ്ച് ചെയ്താ അത് ഞാൻ ചോദിച്ചോട്ടെ. അല്ല, നിങ്ങൾ ഒറ്റയടിക്ക് ഇവിടുന്ന് ആൾക്കാരെ പെട്ടെന്ന് മാറ്റി എന്നിട്ട് പിന്നെ പോയിട്ടില്ല. പരാതി ആയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ അറിയണമല്ലോ. കംപ്ലൈന്റ് ഇതിൽ വന്നിട്ടുണ്ട്. അതിന് ഇഷ്യൂല്ല, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരത്തുള്ളൂ. ഇത് അല്ല, അത് ചെയ്യണ്ട. അവിടെ നിന്ന് എടുക്കരുതേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ മാറി നടത്തോളാം. അങ്ങോട്ട് മാറി അവിടെ നടത്തും. അവിടെ നിന്ന് മാറി നടത്താൽ മതി. അവരുടെ എവരിപ്പം ഗോൾഡ് നോക്കുന്നൊക്കെ അവർക്ക് ഓരോ പ്രൈവസി ഉണ്ട്, അതുകൊണ്ടാണ്. ശരി, പ്ലീസ്. നിങ്ങളുടെ ഈ പ്രൈവസി ഒക്കെ നിങ്ങൾ പ്രൈവസി മാനേജർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. അവർ നോക്കട്ടെ, നോക്കി തടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ല സാറേ, കാണുന്ന തുറന്ന എല്ലാത്തിലും കുറവാ 3-4 ഗ്രാം. എൻ്റെ 3-4 എണ്ണം ഉണ്ട്. 3-4 ചീട്ട് 2-3-4 ലക്ഷത്തിൻ്റെ. ഒരാളെ പോലും മടക്കി വിട്ടില്ല. ഇത് അറിഞ്ഞു വന്നവരെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇരുന്ന് സമാധാനമായിട്ട് ചെയ്തിട്ട് പോയാൽ മതി. നോക്കി കണ്ട് ബോധ്യപ്പെട്ടിട്ട് പോയാൽ മതി. ഓരോരുത്തരുടെ ഇന്ന് വാങ്ങിച്ചു വെച്ചാൽ അവരെത്ര പവനാ അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുത്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അതിനകത്ത് വേറെ ഇതില്ല, എല്ലാവർക്കും പ്രശ്നം വരുന്നത് അത് നോക്കി ചെയ്തിട്ടാ കേട്ടോ. തടസ്സം കൊടുത്തോണ്ട് ഇപ്പൊ ഈ വെറുതെ ഇരുന്ന് നമ്മൾ സമയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നടക്കുമല്ലേ, ഓരോ കാര്യങ്ങൾ നടക്കുമല്ലോ. 7 മണിയല്ലേ ഞങ്ങൾക്ക് അത് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാം നോക്കി ബോധ്യപ്പെട്ടിട്ട് പോയാൽ മതി. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവച്ച എത്ര പവൻ വെച്ചിട്ടുണ്ടായിരുന്നു? നേരത്തെ വെച്ചാ അല്ല, അത് കുറവല്ലോ, നോക്കണ്ടേ പോയി? നോക്കാൻ പോകുന്നേ ഉള്ളൂ, നമ്മൾ അറിയത്തില്ലല്ലോ ഇത് അറിയട്ടെ. ഇവിടെ സ്വർണം ഓരോരുത്തർക്ക് നഷ്ടപ്പെട്ടെന്ന് പറയുന്നു. അത്ര നമുക്കറിയാം. വേറെ എന്താ നമുക്കറിയില്ല. നമ്മുടെ ഉണ്ട്, നമ്മൾ സ്വർണ്ണം ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ നോക്കിയില്ല. അല്ല, ഇവിടെ പക്ഷേ റോയൽ ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ. 4 വർഷം. എടുത്തിരിക്കുന്ന കണ്ടോ, മണ്ടയ്ക്ക് കണ്ടോ, കണ്ണി കാണാവോ? കാണാം. ഇനിയുണ്ട്. അത് ഒരു വെയിറ്റ് കുറച്ച് എഴുതിയ കാർഡ് തരണം. 8 ഗ്രാം 800 മില്ലി ഉള്ള ഒരു മാല. അവർ പണയം വെക്കുമ്പോൾ ചീട്ടിൽ എഴുതി തരുന്നത് 8,200. ഇപ്പം ക്ലോസ് ചെയ്യാൻ വരുമ്പോൾ തൂക്കി നോക്കുമ്പോൾ 8,300. അപ്പോൾ അവർ പറയുന്നത് ചീട്ടിലുള്ളതിനൊക്കെ തൂക്കം കൂടുതലുണ്ട്, അല്ലെങ്കിൽ ചീട്ടിലുള്ള തൂക്കമുണ്ട്. ഓൾറെഡി അവരെഴുതി. നമ്മളിൽ തിരക്കിനിടയ്ക്ക് ഗ്രാം മില്ലി ശ്രദ്ധിക്കുന്നില്ല. ഗ്രാം ഓക്കെ, പക്ഷെ മില്ലി ശ്രദ്ധിക്കുന്നില്ല. ഇവർ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇവിടെ വന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് നിങ്ങളുടെ ചീട്ടിലുള്ള തൂക്കം ഈ തൂക്കം കറക്റ്റ് ആണല്ലോ എന്ന് അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് വിടുക. ആരും പരാതി കൊടുക്കാൻ ഞാൻ ഒറ്റ കാരണം കൊണ്ടാണ്. ഗോൾഡ്. പക്ഷേ ഇതിൻ്റെ ബില്ലുണ്ട്, ചിലറേ ബില്ലുണ്ട്, ചിലറേ ബില്ലില്ല. മേടിച്ച് ജ്വല്ലറിയിൽ നിന്ന് മേടിച്ച്. ഇപ്പോൾ പഴയ സ്വർണ്ണമൊക്കെ എല്ലാവരുടെയും ബില്ലൊന്നും കാണത്തില്ല. പക്ഷേ എൻ്റെ ബില്ലുണ്ട്.
എത്ര പവൻ വെച്ചിട്ടുണ്ട്? പവൻ എത്രയാണെന്ന് ഓർക്കുന്നില്ല, 9.5 ലക്ഷത്തിനുണ്ട്. ഗോൾഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ വെരിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. ഇതുവരെ വിവരമൊന്നും അറിയത്തില്ല. അതിനു മുമ്പേ ഒന്നും എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. വെരിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എത്ര പവൻ വെച്ചിട്ടുണ്ട്? സ്വർണം ഒരു 2 ലക്ഷം രൂപയോളം വെച്ചിട്ടുണ്ട്. ഷോമാലയുടെ 3 കൊളുത്തുമില്ല, ഒരു നെക്ലേസിൻ്റെ ഒരു ലോക്കറ്റും ഇല്ല. ആ രണ്ടും പോയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുക, ടീച്ചറാണ്. വർഷങ്ങളായിട്ട് ഇവിടെ വെച്ച് കാർഷിക വായ്പയ്ക്കൊക്കെ വെച്ച് പുതുക്കി വെച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഈ നവംബറിലും വന്ന് പുതുക്കിയിട്ട് പോയതാണ്. രണ്ട് നെക്ലേസിൻ്റെ ബാക്കിലെ കണ്ണികൾ, ബാക്കിൽ നിന്ന് ചെയിനും ഉപ്പും ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണത്തിൻ്റെ ചെക്ക് ചെയ്തപ്പോൾ അതും പോയിട്ടുണ്ട്. അവർ പിന്നീട് വെള്ളിയാഴ്ച ഇന്ന് വരാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ ഒരു തീരുമാനം ആകാഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാൻ നിൽക്കുക മാനേജർക്ക്. നമുക്കൊന്നും അറിയത്തില്ല. ബാങ്കിൻ്റെ ഉത്തരവാദിത്വമാണ് ഇതിപ്പം കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്കറിയത്തില്ല. വെച്ചിട്ടുണ്ട് 3 ലക്ഷത്തിൻ്റെ. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? വീട്ടുജോലി, വീട്ടിലെ ഹൗസ് വൈഫാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകും? അതെ. പലിശ കൊടുക്കുന്നത് കൂടാതെ അതെ. എഴുതി അപേക്ഷ പരാതിപ്പെടെ ഞങ്ങളത് എന്തുവാന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പോവുക. ഞാനും ആകെപ്പാടെ ടെൻഷനിൽ നിൽക്കുക. പണയമായിരുന്നു വെച്ചിരുന്നത്. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് വളയായിരുന്നു. എൻ്റെ മാലയും സാധനമുള്ള ഇതിനകത്ത് കുഞ്ഞിൻ്റെ കൊലുസിൻ്റെ പകുതി ഇതാണ്ട് നഷ്ടപ്പെട്ടേക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച അന്ന് പേയ്മെൻറ്റ് ചെയ്തതാണ്. എനിക്ക് വെള്ളിയാഴ്ച അന്ന് അതിന് സമാധാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാണ്. ഇന്ന് രാവിലെ തൊട്ട് കയറി ഇറങ്ങി നടക്കുക. ഞാൻ പരാതി മാനേജരുടെ അടുത്ത് പരാതിപ്പെട്ടു. അതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ട് എനിക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇന്ന് ഈ നിമിഷം വരെ വന്നിട്ടില്ല. ജനങ്ങൾ മൊത്തം കൂടുക. ഈ നാട്ടിലുള്ള സകല ആൾക്കാരെയും കളിപ്പിച്ചേക്കുക. സാറേ, ഇതിനകത്ത് എല്ലാവരും ഒരാളെ കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ നടക്കത്തില്ല സാറേ. പാവപ്പെട്ട എല്ലാം സാധാരണക്കാരാണ് ഈ ബാങ്ക് ആശ്രയിച്ചത്. അന്ന് കാർഷിക വായ്പയ്ക്ക് വേണ്ടിയാണ് കൂടുതലും ആൾക്കാർ പണയം വെച്ചത്. കാർഷിക വായ്പ നിർത്തിയപ്പോഴാണ് എല്ലാവരും പണയം എടുക്കാൻ തുടങ്ങിയത്. ഞാൻ എടുക്കാൻ വന്നപ്പോഴാണ് ഇതുപോലൊരു അവസ്ഥ കണ്ട്. ഞങ്ങളുടെ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. പണയം വെച്ചത് അതിനകത്ത് 1 ഗ്രാമോളം കുറവുണ്ട്. അതുപോലെ പോലീസിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ബ്രേസ്ലെറ്റിൻ്റെ സൈഡ്, മാലയുടെ സൈഡ് ഒടിച്ചിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് 6 പവൻ ഈ കഴുത്തേക്ക് കിടക്കുന്നതാണ്. അതെ.